അപ്പൊ എനിക്ക് എന്റെ സമനിലയ്ക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമനിലയ്ക്കുള്ള പ്രകടനം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ദിവസമായിട്ട് സമനിലയ്ക്കുള്ള പ്രവർത്തനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം മുഖ്യമന്ത്രിയുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരുന്ന പ്രതിപക്ഷ നിരയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സമനിലയുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ല, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് അറസ്റ്റ് ചെയ്യണോ വേണ്ടെന്നെല്ലാം തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. നമുക്കും പത്രക്കാർക്ക് ആവശ്യപ്പെടാം, അവർക്ക് പ്രത്യേക താല്പര്യം വെച്ച് ആവശ്യപ്പെടാം. ഇന്നയാൾ അറസ്റ്റ് ചെയ്യണം, ഇന്നയാൾ അറസ്റ്റ് ചെയ്യണം, അതൊക്കെ പ്രത്യേക താല്പര്യം വെച്ച് ആവശ്യപ്പെടാം. അതുപോലെ ഇപ്പൊ ഞാൻ പറയണമെന്നില്ലല്ലോ. അല്ല, അവരോട് വിവരങ്ങൾ ആരായല്ലോ അവരുടെ ചോദ്യം ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. അതിലൊന്നും ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഇല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. ലോജിക്കിന്റെ 2 പ്രാവശ്യം അവര് മുൻപ് സോണിയാഗാന്ധി ചോദ്യം ചെയ്യൽ വിധേയമായിട്ടില്ലേ? അത് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. അപ്പൊ എനിക്ക് എന്റെ സമനിലയ്ക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമനിലയ്ക്കുള്ള പ്രകടനം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ദിവസമായിട്ട് സമനിലയ്ക്കുള്ള പ്രവർത്തനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം മുഖ്യമന്ത്രിയുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരുന്ന പ്രതിപക്ഷ നിരയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സമനിലയുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ലാതെ വെറുതെ ഇത് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ചേരാത്ത പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് തോന്നണമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ചോദിച്ചാൽ അറിയാണ്ട്, ഞാൻ കേട്ടുമില്ല. ഒരു ചോദ്യം ചെയ്യല് കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കട്ടെ. എനിക്കിട്ട് അതെ ഇനിയുണ്ടോ? ഞാൻ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന അത്ര പോലും പ്രശ്നങ്ങളൊന്നും ഇടപെട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഈ സമനില തെറ്റിയെന്ന് പറയേണ്ട കാര്യം? കാശുള്ളവന് ഇതിനപ്പുറത്തെ പിന്തുണ കിട്ടും. ഇപ്പോ PR ഏജൻസ് എന്ന് പറയുന്ന ആരാണ്? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണോ? നിങ്ങളുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, എഴുതുന്നു. കോടികൾ ചെലവഴിച്ചാൽ മാത്രമല്ലോ PR ഏജൻസിനെ കൊണ്ട് ഓരോരുത്തർക്ക് സർവേ നടത്താം. ഇപ്പൊ എനിക്കൊരു വലിയ തുക ഉണ്ടെങ്കിൽ എനിക്ക് നാളെ സർവേ നടത്തിയിട്ട് ഇന്ന ഏജൻസി സർവേ നടത്തിയിട്ട് ഞാനാണ് ഏറ്റവും മുന്നേ നിൽക്കുന്നത് എന്ന് പറയാം. ഇത് ഏതെങ്കിലും ഗവൺമെന്റ് ഏൽപ്പിച്ച സർവേ ആണോ? ഔദ്യോഗിക സർവേ ആണോ? കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ സർവേ ആണോ? വേറെ ഏതെങ്കിലും സ്വതന്ത്ര വിശ്വാസമുള്ള സ്വതന്ത്ര ഏജൻസി നടത്തിയിട്ടുള്ള സർവേ ആണോ? തെരഞ്ഞെടുപ്പിന്റെ 2 മാസങ്ങൾക്ക് മുമ്പേ എനിക്കാണ് ഏറ്റവും വലിയ പിന്തുണ ഉള്ളതെന്ന് അങ്ങ് പ്രഖ്യാപിക്കും. പൊട്ടിച്ച് എണ്ണുമ്പോൾ മാത്രമേ നമ്മുടെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ VD സതീശൻ എന്നോട് ഞാൻ ചോദിച്ചില്ല. സാധാരണഗതിയിൽ സർവേയുടെയൊക്കെ നടത്തി നിങ്ങൾക്കറിയാമല്ലോ.
സർവേ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പിന്നെ ഇത്തരം പ്രചരണം നടത്തുന്നതെല്ലാം വൻപിച്ച കാശ് മുടക്കിയിട്ടാണ് നടത്തുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ വയനാട് നടന്നിട്ടുള്ള അവരുടെ പ്രവർത്തക സമ്മേളനത്തിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ സർവേ ഫലമൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടില്ലാത്തല്ലോ, ഇന്ത്യയിലെ ഓരോ ഓർഗനൈസേഷനും UDF എത്ര, LDF എത്ര, BJP എത്ര എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സർവേ നടക്കും. ശരി, ഇനിയിപ്പോ നമ്മളുടെ ഇലക്ഷൻ വരെ എത്തിയല്ലോ.